ഇന്നത്തെ വാർ അപ്ഡേറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1500 കിലോമീറ്റർ ഡിസ്റ്റൻസിലിരിക്കുന്ന രണ്ട് നഗരങ്ങൾ, ഒന്ന് ടെലവീവ്, മറ്റൊന്ന് തെഹ്റാൻ. ഈ രണ്ട് നഗരങ്ങളും നിന്ന് കത്തുകയാണ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ടെലവീവ് കമ്പാരിറ്റീവ്ലി ക്ലസ്റ്റർ വാർ ഹെഡുകൾക്ക് മാത്രമാണ് ടെലവീവിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ചെറിയ രീതിയിലെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഇന്നലെ ജെറൂസലേമിൽ, അതായത് ജുദേയ ആ പരിസരത്ത് ശരിക്കും വലിയൊരു മിസൈൽ വന്ന് പതിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെട്ട് വന്ന് വീണതാണ്. അത് നിന്ന് പുകയുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ എക്സ്പ്ലനേഷൻ തരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഉള്ളിൽ നിന്നും ഫ്യൂവൽ ഗ്യാസ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ബിൽഡിങ്ങിൻ്റെ മേളിൽ ഒന്ന് പതിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. 60 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ക്ലസ്റ്റർ വാർ ഹെഡുകൾക്ക് മാത്രമാണ് ഇസ്രായേലിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. മറ്റുള്ള എല്ലാ മിസൈലുകളെയും ഇസ്രായേൽ ഇന്റർസെപ്റ്റ് ചെയ്യുകയാണ്. ഇപ്പം നിലവിലുള്ള റിപ്പോർട്ട് അങ്ങനെയാണ് പുറത്തു വരുന്നത്. അപ്പോൾ അതുപോലെ ഹിസ്ബുള്ള അവരും റോക്കറ്റ് ആക്രമണങ്ങൾ ടെലവീവിലേക്കും അതുപോലെ സെൻട്രൽ ഇസ്രായേൽ, നഹാരിയ, നോർത്തേൺ ഇസ്രായേൽ ഈ മേഖലകളൊക്കെ ടാർഗറ്റ് ചെയ്ത് അവർ തുരിതര റോക്കറ്റുകൾ ഇപ്പോഴും വിട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതേസമയം ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ലെബനാൻ ലിറ്റാനി റിവറിന്റെ അപ്പുറത്ത് വരെ എത്തിയിട്ടുണ്ട് ഇസ്രായേലിന്റെ ട്രൂപ്സ്, അത് ഗ്രൗണ്ട് ഫോഴ്സ്. അതൊരു സൈഡിൽ. അതേസമയം ലെബനാന്റെ ഉള്ളിൽ, പ്രത്യേകിച്ച് സൗത്ത് ലെബനാനിൽ നിരവധി ഏരിയകളിൽ വീണ്ടും ഇവാക്യുവേഷൻ ഓർഡർ, പുതിയ ഏരിയ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ ഇവാക്യുവേഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ആക്രമണങ്ങൾ തുടരെ അവിടെ നടക്കുന്നുണ്ട്. ഗ്രൗണ്ട് ഫോഴ്സ് എത്രയും വേഗം ശക്തിപ്പെടുത്താൻ, ഗ്രൗണ്ട് ഫോഴ്സ് എത്രയും വേഗം എഫക്റ്റീവായിട്ടുള്ള ഓപ്പറേഷൻസ് നടത്തുന്നോ അത്രത്തോളം ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് വരുന്ന റോക്കറ്റുകളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തും. അതായത് ഹെസ്ബുള്ളയും IDFും തമ്മിലുള്ള ആ ഒരു ഫോർമുല അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമ്മൾ അതേസമയം ഇറാന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇറാന്റെ ഉള്ളിൽ ഞാനിവിടെ ഒരു മാപ്പ് വെക്കുന്നുണ്ട്, ഈ മാപ്പ് നിങ്ങൾ നോക്കിക്കോളൂ. ഇതിനകത്ത് യെല്ലോ കളറിൽ ഉള്ളതെല്ലാം തന്നെയും ഇതിന് മുമ്പ് ആക്രമണം നടത്തിയ സ്ഥലങ്ങളാണ് കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധത്തിൽ. അതേസമയം റെഡ് കളറിലുള്ളത് ഇന്നലെ അറ്റാക്ക് നടത്തിയ സ്ഥലങ്ങളാണ്. ഈ റെഡ് കളറിലുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ തെഹ്റാനിൽ ഒരു സ്റ്റീൽ പ്ലാന്റ്, ഇഷ്ഫഹാനിൽ ഒരു സ്റ്റീൽ പ്ലാന്റ്, അതുപോലെ തന്നെ അറാഖ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു യെല്ലോ കേക്ക്. ഈ യെല്ലോ കേക്ക് എന്ന് പറയുന്നത് യുറേനിയം എൻറിച്ച്മെന്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പീസായിട്ട് കൊണ്ടുവരുന്ന റോ മെറ്റീരിയൽസ് ആണ്. ഈ റോ മെറ്റീരിയൽസ് എൻറിച്ച്മെന്റ് ചെയ്യുന്ന ആ ഒരു ഫെസിലിറ്റിയും കൂടി ഇസ്രായേൽ ഇന്നലെ രാത്രി അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇന്നലെ വെളുക്ക ആക്രമണം. نابود کرد. این داره خودش میزنه دیگه یکی من باهایی نه. തുടരെ അറ്റാക്ക്. ശരിക്കും ഇറാൻ നിന്ന് കത്തുന്ന രംഗമാണ് ഇന്നലെ രാത്രി ഉണ്ടായത്. കാര്യം അതിന് ദേഷ്യം മൊത്തം ഇറാൻ കാണിക്കുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കാണ്. അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് ഈ അറാഖ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫെസിലിറ്റി, ഈ യെല്ലോ കേക്ക് എൻറിച്ച്മെന്റ് ചെയ്യുന്ന ബേസിക് എൻറിച്ച്മെന്റ് ഫെസിലിറ്റിയാണ് അറ്റാക്ക് ചെയ്തത്. ഇനിയിപ്പോൾ ഈ മാപ്പിൽ നിങ്ങൾ കാണുന്നതിൽ ഈ വൈറ്റ് കളറിൽ കാണുന്ന സ്ഥലങ്ങളില്ലേ, ഇതെല്ലാം തന്നെ ന്യൂക്ലിയറുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യാൻ ബാക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെയും കൂടി അറ്റാക്ക് നടത്തും. ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫെസിലിറ്റി അറ്റാക്ക് നടത്തുന്നതിന് വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളുടെ ആവശ്യമുണ്ട്. കാരണം ലീക്ക് വരാൻ പാടില്ല. ഏതെങ്കിലും തരത്തിൽ റേഡിയേഷൻ ലീക്ക് വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് വളരെ കെയർഫുൾ ആയിട്ട് സെലക്റ്റീവ് ആയിട്ടുള്ള പ്രിസൈസ് അറ്റാക്കുകൾ മാത്രം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കണം. ഇസ്രായേൽ ഇപ്പം ഇറാന്റെ സെൽഫ് സഫിഷ്യൻസിയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അത് ഇറാൻ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഇറാൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം, ഇപ്പോൾ ഇറാൻ മിഡിൽ ഈസ്റ്റ് യുദ്ധം തുടങ്ങിയതിന് ശേഷം മറ്റു പല രാജ്യങ്ങൾക്കും അത് ഷോർട്ടേജ്, എണ്ണയില്ല, ആഹാരമില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടാവും. പക്ഷേ ഇറാന്റെ ഉള്ളിൽ നിന്നും അത് വരുന്നില്ല. കാരണം എന്താണ്? ഇറാൻ കാലാകാലങ്ങളായിട്ട് ഈ ഉപരോധങ്ങൾക്കിടയിൽ ജീവിച്ച് അവർക്ക് ഒരു റിസലിയന്റ് പവർ ഉണ്ട്. അവർ സെൽഫ് സഫിഷ്യൻ്റ് ആണ്. അത്തരത്തിൽ സെൽഫ് സഫിഷ്യൻസിയോടുകൂടി അവർ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് അവർക്ക് മറ്റുള്ള പരാതികളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അവർക്ക് മറ്റുള്ള പരാതികളൊന്നും ഇല്ലാതെ തന്നെ എവറി ഡേ അവിടെ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ ആ സെൽഫ് സഫിഷ്യൻസിയെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള തരത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ അറ്റാക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇൻഡസ്ട്രിയൽ ഏരിയ കേന്ദ്രീകരിച്ച് അറ്റാക്ക് നടത്തുന്നുണ്ട്. സ്കൂളുകളും കോളേജുകളും വരെ ഇനി ആക്രമിക്കപ്പെട്ടേക്കാം എന്നുള്ള തരത്തിലും വാർത്തകൾ വരുന്നുണ്ട്. അബ്ബാസ് അരക്ചി, ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ, പറഞ്ഞിരിക്കുന്നത്
ഇസ്രായേൽ ഞങ്ങളുടെ രാജ്യത്തിന് പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻഡസ്ട്രിയൽ ഏരിയകൾ, ഇൻഫ്രാസ്ട്രക്ചർ, പവർ പ്രൊഡക്റ്റിനുള്ള അറാക്കിൽ പ്രവർത്തിക്കുന്ന ആ യെല്ലോ കേക്ക് ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫെസിലിറ്റി, അത് പവർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള എൻറിച്ച്മെന്റ് ഫെസിലിറ്റിയാണ്. അതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മേളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണ്, ഞങ്ങളുടെ എനർജിയെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അതേപോലെ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, അതും ഇസ്രായേൽ ഇന്നലെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതായത് ഈ വെള്ളം ശരിക്കും ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫെസിലിറ്റിയിലേക്ക് പോകുന്ന വെള്ളമാണ്. അത്തരത്തിലുള്ള വാട്ടർ പ്ലാന്റുകളൊക്കെ തന്നെ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലെ നറ്റാൻസ് മാത്രമല്ല, അറാക്ക് മാത്രമല്ല, ഇഷ്ഫഹാൻ മാത്രമല്ല, അഹ്വാസ് മാത്രമല്ല, ബന്ദർ അബ്ബാസ് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ലിസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് അറ്റാക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. നറ്റാൻസിലാണ് ഏറ്റവും കൂടുതൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ ഉള്ളത്. അവിടെയാണ് ഇസ്രായേൽ ഇന്നലെ രാത്രി അറ്റാക്ക് നടത്തിയത്. IRGCക്ക് സോളിഡാരിറ്റിയുമായിട്ട് കുറച്ച് ആൾക്കാർ അവിടെ സോളിഡാരിറ്റി റാലി നടത്തിയിട്ടുണ്ടായിരുന്നു ടെഹ്റാന്റെ ഉള്ളിൽ. അതുപോലെ തന്നെ IRGC വാഹനങ്ങൾക്ക് നേരെ വെടിവെക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് കണ്ടിട്ട് ഫേക്ക് ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇവിടെ പറയുന്നില്ല. അതായത് അത് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന മീഡിയകളുടെ സൈഡിൽ ഏറ്റവും കൂടുതൽ ഇത് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അത് കണ്ടിട്ട് ഫേക്ക് ആയിട്ടാണ് തോന്നുന്നത്. അത് കാരണം IRGCയുടെ വാഹനം കടന്നു പോകുന്നുണ്ട്, കുറച്ച് ആൾക്കാർ അതിനെതിരെ വെടിവെക്കുന്നുണ്ട്. ഒന്നാമത് അതിന്റെ സൗണ്ട്, അത് തന്നെ ഒരു മാനിപ്പുലേറ്റഡ് സൗണ്ട് ആയിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ക്രെഡിബിലിറ്റി അത് ഇതുവരെ ഉറപ്പുവരുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇവിടെ പറയുന്നില്ല. ഒരുപക്ഷെ മീഡിയയിൽ അത് കൂടുതൽ പ്രചരിപ്പിക്കപ്പെട്ട് അത് ഒരുപക്ഷെ നിങ്ങളിൽ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇറാന്റെ ഉള്ളിൽ IRGCക്കെതിരെ പ്രതിഷേധങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള തരത്തിൽ വാർത്തകൾ അടിച്ചിറക്കാൻ വേണ്ടിയിട്ട് അത് സഹായകരമാവും. പക്ഷേ IRGCക്കെതിരെ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇറാന്റെ ഉള്ളിൽ ഇപ്പം നിലവിൽ നടക്കുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, ഫാക്റ്റാണ്. ഇനി ഇറാൻ ഈ ദേഷ്യം എങ്ങനെയാണ് തീർന്നു പറഞ്ഞാൽ തുരിതര അറ്റാക്കാണ് കേട്ടോ. അത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ഇസ്രായേൽ ഇറാന്റെ ഉള്ളിൽ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ദേഷ്യം അവർ തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനവർ ഇന്ന് രാവിലെ നേരം വെളുക്കുമ്പോൾ തന്നെ അവർ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതായത് സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്താർ, UAE, കുവൈറ്റ് പോലത്തെ രാജ്യങ്ങൾക്കൊക്കെ അവർ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൗദി അറേബ്യയിലുള്ള പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. അവിടെ നിർത്തിവെക്കപ്പെട്ടിരുന്ന C-135 കാറ്റഗറിയിൽ വരുന്ന റീഫ്യൂവൽ കാറ്റഗറിയിൽപ്പെട്ട വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഇത് സൗദി അറേബ്യ ഈ വാർത്തയെ തള്ളുന്നുണ്ട്. ഞങ്ങളെല്ലാം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്, സൗദി അറേബ്യക്കുള്ളിൽ അങ്ങനെ അപകടം സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സാറ്റലൈറ്റ് ഇമേജുകൾ പുറത്തു വരുന്നുണ്ട്. വാൾ സ്ട്രീറ്റ് ജേർണൽ, ഇതൊരു അമേരിക്കൻ മാധ്യമമാണ്, അവർ തന്നെ ഇറാന്റെ ഈ സ്റ്റേറ്റ്മെന്റിനെ ശരിവെക്കുന്നുണ്ട്. അതായത് ഇറാന്റെ ആക്രമണത്തിൽ സൗദി അറേബ്യയിൽ പ്രിൻസ് സുൽത്താൻ എയർബേസിൽ ഇത്തരത്തിലൊരു അപകടം നടന്നിട്ടുണ്ട്. 15-ലേറെയുള്ള അമേരിക്കൻ സോൾജേഴ്സിന് പരിക്കേറ്റിട്ടുണ്ടാവാനുള്ള സാധ്യതയും ഉണ്ടെന്നുള്ളത് വാൾ സ്ട്രീറ്റ് ജേർണൽ തന്നെ ശരിവെക്കുന്നുണ്ട്. എനിവേ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സെൻകോമിന്റെ അറിയിപ്പും കൂടി വരേണ്ടതുണ്ട്. വാൾ സ്ട്രീറ്റ് ജേർണൽ മാത്രം നമുക്ക് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കാൻ കഴിയുകയില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ ബഹ്റൈനിൽ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഇറാൻ. ബഹ്റൈനിൽ ഏതാണ്ട് 20ഓളം സോൾജേഴ്സിന് പരിക്കേറ്റിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു പോസിബിലിറ്റീസും കൂടി വാർത്തയായിട്ട് വരുന്നുണ്ട്. ട്രംപ് ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഇനി ഞങ്ങൾക്ക് ഒരു 3000 ടാർഗറ്റുകൾ മാത്രമാണ് ഇറാനിൽ റിമൈനിങ്ങിലുള്ളത്. ആ 3000 ടാർഗറ്റുകളും കൂടി 3000+, അതും കൂടി അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ പിന്നെ ഇറാനിൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ള തരത്തിലൊക്കെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയുന്നുണ്ട്. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, അമേരിക്ക ഒരു സ്റ്റേറ്റ്മെന്റ് പറയും, ഇസ്രായേൽ വേറൊരു സ്റ്റേറ്റ്മെന്റ് പറയും. ഇതൊക്കെ അവരുടെ സ്ട്രാറ്റജിയാണ്. എൻഡ് ഗോൾ എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൽ കൺഫ്യൂസ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. അമേരിക്കയിൽ ട്രംപ് പറയേണ്ടത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും പരിതാപകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെയാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അസീം മുനീർ ഏതോ ഒരു IRGCയുടെ കമാൻഡോയുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അയാൾക്ക് വലിയ റോളൊന്നുമില്ല അവിടെ. പക്ഷെ അസീം മുനീറാണ് ട്രംപിനെ ഇത്തരത്തിൽ കുഴപ്പിക്കുന്നത്. അപ്പം ഈ വാർത്ത ഇങ്ങനെ ലൈം ലൈറ്റിലിട്ട് ഇറാനെ നെഗോസിയേഷൻ ടേബിളിൽ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, അമേരിക്ക പറഞ്ഞ 15 കണ്ടീഷൻസും ഇറാൻ അംഗീകരിക്കുന്നില്ല. അതേസമയം ഇറാൻ ഒരു 5 കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് നഷ്ടപരിഹാരം കിട്ടണം, അതുപോലെ അവരുടെ കാര്യങ്ങൾ ഇടപെടരുത്, സാങ്ഷൻസ് മാറ്റണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇറാൻ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഈ അസീം മുനീറിന്റെ കോൺടാക്ട് പോയിന്റിനെയാണ് അമേരിക്ക പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത്.
ഞങ്ങളുടെ ടീം സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ അസീം മുനീർ IRGCയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അത് ആരാണെന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. അല്ലെങ്കിൽ അത് മുഹമ്മദ് ഗാലിബാഫാണോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ആണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതേസമയം ഇറാൻ്റെ ഒരു ടീം ഡയറക്റ്റ് നെഗോസിയേഷന് വരണം എന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റ് നെഗോസിയേഷന് ഞങ്ങൾക്ക് താല്പര്യമില്ല, വേണമെങ്കിൽ സ്റ്റീവ് വിറ്റ്കോഫ്, ജെറാദ് കുഷ്നർ ഇതുമാതിരിപ്പെട്ട ആൾക്കാരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് JD വാൻസ് എന്ന് പറഞ്ഞൊരു നേതാവുണ്ടല്ലോ അമേരിക്കയിൽ, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ്, അയാളുമായിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു 5-10 മിനിറ്റ് വേണമെങ്കിൽ സംസാരിക്കാമെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ JD വാൻസ് പാകിസ്ഥാനിലെത്തും, ഇറാൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സും പാകിസ്ഥാനിലെത്തും, ഒരു ചർച്ച നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല. അത് JD വാൻ അമേരിക്കയുടെ സൈഡിൽ നിന്നും വളരെയധികം സ്ട്രോങ് ആയിട്ട്, അമേരിക്കയുടെ സൈഡിൽ നിന്നും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. പക്ഷേ ഇറാൻ്റെ സൈഡിൽ ഈ കോൺഫിഡൻസ് ഇല്ല. ഇനിയിപ്പോൾ പാകിസ്ഥാൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. പാകിസ്ഥാൻ കണ്ടോ, അത് ഭയങ്കരമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാണ്, മീഡിയേറ്ററാണ്. ഇന്ത്യ മീഡിയേഷന് പോകുന്നില്ല, ഇന്ത്യ പോകത്തില്ല, അത് വേറെ കാര്യം. പാകിസ്ഥാൻ്റെ അവസ്ഥ ഞാനോട് പറഞ്ഞുതരാം. പാകിസ്ഥാൻ അതൊരു ക്രെഡിറ്റ് അല്ല, പാകിസ്ഥാൻ്റെ ലോകത്തോടുള്ള സംഭാവനയും അല്ല. അതാദ്യം മനസ്സിലായിക്കോണം. പാകിസ്ഥാൻ്റെ അവസ്ഥയാണ്. പാകിസ്ഥാന് വേറെ ഓപ്ഷൻ ഇല്ല. പാകിസ്ഥാൻ്റെ സർവൈവലേ ഈ നെഗോസിയേഷനിൽ തന്നെയാണ് ഉള്ളത്. പാകിസ്ഥാൻ അവരുടെ സർവൈവലിന് വേണ്ടിയിട്ടാണ് ഈ നെഗോസിയേഷൻ നടത്തുന്നതുമാണ്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ. അസീം മുനീറും ഷാബാസ് ഷെരീഫ് ആയിക്കോട്ടെ, ഈ രണ്ടുപേരും അമേരിക്ക എടുത്ത് പോയിട്ട് ഇറാൻ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അമേരിക്കയ്ക്ക് ഈ പോയിന്റുകൾ കൺവേ ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് അമേരിക്കയുമായിട്ട് ചർച്ച നടത്തുന്ന പൊസിഷനിലാണോ ഇവരുള്ളത്, ഈ ഷാബാസ് ഷെരീഫും അസീം മുനീറും? ഒരിക്കലുമില്ല. അമേരിക്ക പറയുന്നത് കേട്ടിട്ട് അങ്ങോട്ട് കൺവേ ചെയ്യുക, ഇത് മാത്രമേ ഇവരെ കൊണ്ട് പറ്റത്തുള്ളൂ. അല്ലാതെ ഇവർക്കൊരിക്കലും അമേരിക്കയ്ക്ക് ഇൻസ്ട്രക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഈ മെസ്സേജ് കൈമാറാനോ പോലും കഴിവില്ലാത്ത ആൾക്കാരാണ് ഈ അസീം മുനീറും ഷാബാസ് ഷെരീഫും. ഇനി ഈ ചർച്ച വിജയിക്കുന്നെങ്കിൽ ട്രംപ് എന്തായിരിക്കും പറയുക? എൻ്റെ മാത്രം കഴിവ്, ഞാനാണ് ഇതിന് മുന്നിട്ടിറങ്ങിയത്, ഞാനാണ് പാകിസ്ഥാനെ വെച്ച് ഇത് ചെയ്യിപ്പിച്ചത്, ഞാനാണ് ABCD എല്ലാം എഴുതി കൊടുത്തത് എന്ന് വരെ ട്രംപ് പറയും. അവിടെ പാകിസ്ഥാൻ പുറന്തള്ളപ്പെടും. അവിടെ പാകിസ്ഥാന് ഒരു റോളും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു ഫോട്ടോഗ്രാഫ് കിട്ടും. ട്രംപുമായിട്ട് ചേർന്ന് നിന്നൊരു ഫോട്ടോഗ്രാഫ് ഒരു പക്ഷേ കിട്ടും. അതായത് ഈ ചർച്ച വിജയിച്ചാൽ. ഇനി ചർച്ച പരാജയപ്പെട്ടാലോ മൊത്ത ബ്ലെയിമും പാകിസ്ഥാന്റെ തലയിൽ വന്നിരിക്കും. പാകിസ്ഥാൻ ശരിയായിട്ട് ചെയ്തില്ല, അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഗ്രാഹ്യമില്ല, അവർക്ക് ഈ ഒരു എബിലിറ്റി പോരാ, ദേ ആർ നോട്ട് ഗുഡ് ഇനഫ് ടു ഹാൻഡിൽ ദിസ് ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപ് ഇവരെ എവിടെയൊക്കെ നാണം കെടുത്താൻ പറ്റുമോ അവിടെയൊക്കെ നാണം കെടുത്തും. ഇതാണ് ഈ ചർച്ച പരാജയപ്പെടുമ്പോൾ പാകിസ്ഥാന് കിട്ടാൻ പോകുന്ന പേര്. ഇനി വേറെ എന്ത് കിട്ടാനാണ്? ഇനി വേണമെങ്കിൽ ഷാബാസ് ഷെരീഫിന്റെ പാൻസ് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബെൽറ്റ് വേണമെങ്കിൽ ഒരു പക്ഷേ അമേരിക്കയിൽ നിന്ന് കൊടുത്തേക്കാം ഈ ചർച്ച വിജയിച്ചു കഴിഞ്ഞാൽ. അതായിരിക്കും ഷാബാസ് ഷെരീഫിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. അല്ലാതെ ഒരു ചുക്കും ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നില്ല. ഭീകരവാദിയെ വെച്ച് നെഗോഷിയേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് സമാധാനം സൃഷ്ടിച്ചതായിട്ടൊരു ചരിത്രമുണ്ടോ? അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. ബഹ്റൈനിൽ ബെവ്കോ എന്ന് പറഞ്ഞ ആ ഒരു ഓയിൽ കമ്പനിക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇറാൻ. ഈ വാട്ടർ ഡീസാലിനേഷൻ പ്ലാന്റുകളും പവർ ഗ്രിഡുകളൊക്കെ ടാർഗറ്റ് ചെയ്ത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ ആക്രമണം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട മുന്നറിയിപ്പുകളൊക്കെ ഇറാന്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അതേസമയം ഇസ്രായേൽ അവരുടെ മിഷൻ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവർ ഏതൊക്കെ സ്ഥലങ്ങളിൽ ടാർഗറ്റ് ചെയ്യണോ അതെല്ലാം തന്നെ ടാർഗറ്റ് ചെയ്ത് ക്ലിയർ ആയിട്ട് ഇറാനെ A to Z കാര്യങ്ങൾ, അതായത് അവരുടെ സെൽഫ് റിസിലിയൻറ്റ്, സ്വയം പര്യാപ്തത അവർക്ക് ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഡിസ്ട്രക്ഷനാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിലൂടെ ഇറാന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇറാൻ വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർ കുറച്ചെങ്കിലും ഫ്ലെക്സിബിലിറ്റി കാണിച്ചുകൊണ്ട് ഓക്കെ ചർച്ചയെങ്കിലും ചർച്ചയാവാം, കാരണം ആഗോളതരത്തിലൊരു പെർസ്പെക്റ്റീവ് ക്രിയേറ്റ് ചെയ്യണമല്ലോ, ഞങ്ങളും ചർച്ചയ്ക്ക് പോയി എന്ന തരത്തിൽ. അല്ലാന്നുണ്ടെങ്കിൽ ട്രംപ് നിരന്തരം നിങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചതല്ലേ, നിങ്ങൾ പോവാത്തതല്ലേ എന്നുള്ളൊരു ബ്ലെയിം കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതേസമയം ഈ അലി റൈസ ടക്സ്രി എന്ന് പറഞ്ഞ ആ ഒരു നേവൽ കമാൻഡർ കൊല്ലപ്പെട്ടല്ലോ. ഈ നേവൽ കമാൻഡറാണ് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ കൺട്രോൾ ചെയ്തിരുന്നത്. ബന്ദർ അബ്ബാസിലായിരുന്നു പുള്ളി കൃത്യമായിട്ട് പുള്ളിയുടെ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ബന്ദർ അബ്ബാസിലുള്ള നേവൽ ബേസ് ടാർഗറ്റ് ചെയ്ത് ഇസ്രായേൽ അറ്റാക്ക് നടത്തിയ സമയത്താണ് ഈ അലി റൈസ കൊല്ലപ്പെട്ടത്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് കൺട്രോൾ ചെയ്തിരുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നേവൽ കമാൻഡറാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 10-40 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് പുള്ളിക്ക് ഈ ഫീൽഡിൽ, പ്രത്യേകിച്ച് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഏരിയയിൽ. പിന്നെ ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്ന ഇറാന്റെ ഗിഫ്റ്റ് അത് വേറൊന്നുമല്ല, കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് 10 കപ്പലുകൾ, അമേരിക്കയുടെ 10 കപ്പലുകൾ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് ഇറാൻ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് കടത്തി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു കപ്പലിന് ഏതാണ്ട് 20 ലക്ഷം ഇന്ത്യൻ മണി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20 ലക്ഷമാണ് അവിടെ അവർ ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ കപ്പലുകൾക്കൊന്നും അവർ ചുങ്കം പിരിക്കുന്നില്ല, പക്ഷെ മറ്റു പല രാജ്യങ്ങളുടെ കപ്പലുകൾക്കും അവർ പിരിക്കുന്നുണ്ട്. അപ്പോൾ അത് അമേരിക്കയ്ക്ക് ആ എമൗണ്ട് ഒഴിവാക്കി കൊടുത്തു എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞ മണി റിലേറ്റഡ്, ഓയിൽ റിലേറ്റഡ്, അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ഗിഫ്റ്റാണ് ഇറാൻ തന്നത് എന്ന് പറഞ്ഞ് ആ സമ്മാനം ഇതായിരുന്നു. ഇതാണ് ആ സമ്മാനം. 30 to 40% ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻ റെഡ്യൂസ്ഡ് ആയിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ. ഇനിയിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 11 മില്യൺ ബാരൽ പെർ ഡേ
ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നും എലിമിനേറ്റ് ആയിട്ടുണ്ട്, വൈപ്ഡ് ഔട്ട്. 11 മില്യൺ ബാരലിന്റെ ഷോർട്ടേജ് ഉണ്ട്. ഈ 11 മില്യൺ ബാരൽ ഷോർട്ടേജ് നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എണ്ണ വില കൂട്ടേണ്ടി വരുമോ എന്ന് വെച്ചാൽ എണ്ണ വില കൂട്ടേണ്ടി വരും. പക്ഷേ ആ സാഹചര്യത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഇതിനെ വേറൊരു രീതിയിലാണ് മറികടക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതുമായിട്ട് അനുകൂലിക്കുന്നത്, പ്രത്യേകിച്ച് കേരള ഗവൺമെന്റ് ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുന്നില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് എക്സൈസ് ഡ്യൂട്ടി റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ എണ്ണ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന്റെ മേളിൽ ചുമത്തിയിരിക്കുന്ന എക്സൈസ് ഡ്യൂട്ടി, ഈ എക്സൈസ് ഡ്യൂട്ടി നോർമലി എണ്ണ കമ്പനികളാണ് പേ ചെയ്യുന്നത്. അപ്പോൾ ആ എണ്ണ കമ്പനികൾക്ക് എക്സൈസ് ഡ്യൂട്ടിയിൽ ഇളവ് വരുത്തിയത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആ കൺസെഷൻ ശരിക്കും പറഞ്ഞാൽ എണ്ണ വില കൂട്ടാതെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് സഹായകരമാവും. ഇനി ബാക്കി എന്താണ്, ഈ സെസ് അതേപോലെ സ്റ്റേറ്റ് ടാക്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റുകളാണ് തീരുമാനമെടുക്കേണ്ടത്. അതിൽ തമിഴ്നാട്, കേരള പോലത്തെ സ്റ്റേറ്റുകളൊക്കെ ഇതുമായിട്ട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഇലക്ഷനൊക്കെ നടക്കാൻ പോകുന്ന സാഹചര്യമാണ്. അപ്പം ഈ സാഹചര്യത്തിൽ എണ്ണ വില കൂടുന്നത് റൂളിംഗ് പാർട്ടിയെ അഫക്റ്റ് ചെയ്യും. അതിപ്പോൾ കേരളത്തിലാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് ദോഷം ചെയ്യും. പക്ഷേ ഇതിനെ എങ്ങനെയാണ് കേരളം ഇതിനെ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഇനിയിപ്പം കണ്ടറിയണം. ഇന്ത്യ ആണെങ്കിൽ അടുത്ത 60 ദിവസത്തേക്ക് ഓയിൽ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈബ്രന്റ് ആയിട്ട് ഓയിൽ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതിനും ഇരട്ടിയുടെ ഇരട്ടി നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിച്ച് ശേഖരിച്ച് വെക്കുകയാണ്. നമുക്ക് കരുതൽ ശേഖരം വെക്കാൻ ധാരാളം സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് 60 ദിവസത്തെ ഓയിൽ നമ്മൾ റിസർവ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതേപോലെ ഗ്യാസും നമ്മൾ ധാരാളം പർച്ചേസ് ചെയ്യുന്നുണ്ട്. മാക്സിമം ഇറാന്റെ കയ്യിൽ നിന്നും ഈ ഉപരോധത്തിന് ഇളവ് കൊടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ LNG മാക്സിമം പ്രൊക്യൂർ ചെയ്യാനാണ് ഇന്ത്യൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.